ഒരേ ഒരു രാജാവ്, അതാണ് ഇറാൻ. ഒറ്റയാൾ പട്ടണം. എന്നറിയോ, ഇസ്രായേൽ ചുരുക്കി പറയാം. ഈ വീഡിയോ കണ്ട് ചിറിച്ചിങ്ങാൻ നിങ്ങൾ ആരും ബോധം കെട്ടുവാൻ എന്നോടൊന്നും പറയാണ്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിച്ചത് കോമഡിന്റെ പൂരാണ്. ഒരേ ഒരു രാജാവ്, അതാണ് ഇറാൻ എന്ന് പറയുന്നത്. കാരണം അറിയോ, ഇസ്രായേൽ എന്തായാലും മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഇസ്രായേൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്കന്റെ കൈസഹായം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്തോ ചെയ്യണമെങ്കിൽ അമേരിക്കൻ സഹായം പോകണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഏതായാലും കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ, $18,900 അമേരിക്കൻ ഡോളർ ചെലവാക്കിയ ഒരു വിമാനം, 13,000 കിലോ ബോംബുകൾ, അത് ഉപയോഗിച്ച് ഇങ്ങനെ ഇറാനിൽ കുറച്ച് പാറകൾ പൊട്ടിച്ചു അമേരിക്ക എന്നൊക്കെ പറയുന്നത്. നമ്മൾ കേട്ടില്ല. കാരണം അപ്പോൾ അമേരിക്ക കുറച്ച് പാറകൾ പൊട്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് രൂപന്റെ മുതൽ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് പാറ പൊട്ടിച്ചതാണ് കേൾക്കുന്നത്. ഇറാൻ പറഞ്ഞ കാര്യങ്ങളാ, അപ്പൊ ന്യൂസിലൊക്കെ വരുന്ന കാര്യങ്ങളാ. പാറ പൊട്ടിച്ചു അന്ന് പോലും പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങൾ ഇറാന്റെ ആണവായുധങ്ങൾ മൊത്തം തകർത്തു എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ അവിടെ സംഭവിച്ച കുറേ പാറ പൊട്ടിയെന്നല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേറെ ഒന്നുണ്ട് കാര്യമുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് അമേരിക്ക ബോംബ് മിസൈൽ ഇട്ടു. അതൊരു നിയമ ലംഘനമായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. എല്ലാ അറബി രാഷ്ട്രങ്ങളും എല്ലാവരും പറയുന്നത് അറിയോ, തെറ്റായി പോയി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അമേരിക്കക്ക് എങ്ങനെ പണി കൊടുക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാമെന്നാണ് ആര് പറയുന്നത് ലോകരാജ്യങ്ങൾ പറയും. ഇറാനും പറയുന്നത് കാത്തിരുന്നോളി എന്നുള്ള ഒരു സന്ദേശമാണ് പിന്നെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങളും പറയേണ്ടതാണ്, ബുഷാറിലുണ്ട് സാധനം എന്നാണ് പറയുന്നത്. കാരണം ഈ മിസൈൽ വിടുന്ന ഇറാനിലെ അമേരിക്ക മിസൈൽ വിടുന്നതിന് 2-3 ദിവസം മുമ്പ് എന്താ പറയുക, അവരുടെ സാധനങ്ങളൊക്കെ മാറ്റിങ്ങാണ് ബുഷാറിൽ. അത് ഈ റഷ്യന്റെ പട്ടാൾക്കാർ കാവൽ നിൽക്കുന്ന സ്ഥലമാണ്. ഇറാനിലെ സംഭവം കേട്ടോ, അവിടെ ഉണ്ട് സാധനം എന്നാണ് പറയുന്നത്. അത് അമേരിക്കക്ക് ലോകത്തിലൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെയൊക്കെ മിസൈൽ ഇട്ടുള്ളതാണ് പറഞ്ഞത്. അവിടെ സാധനമുണ്ട് ബുഷാറിൽ. അവിടെ നല്ല പ്ലാന്റിനകത്ത് റഷ്യന്റെ പട്ടാൾക്കാർ കാവൽ നിൽക്കുന്ന സ്ഥലത്ത് സാധനമുണ്ട്. ഇത് ഇറാൻ ഉണ്ടാക്കുന്ന ആണവായുധത്തെ എല്ലാവിധ സാധനങ്ങളും അതിൻ്റെ ഓയിൽ മെഷീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ പോയിട്ടില്ല. കാരണം അറിയോ, അത് റഷ്യൻ്റെ പട്ടാക്കാരുണ്ട്. അവർക്ക് മേല് വേന ആയിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കളി മാറും, കളിൻ്റെ പൂരം മാറിയിട്ടു. അത് അവർക്ക് അറിയാതെ കൊണ്ട് ഒരിക്കലും അറിയില്ല, അത് അവരൊരിക്കലും ചെയ്യൂല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായെന്നറിയോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ വേറെ സംഭവം നടക്കുന്നുണ്ട് അറിയോ, നമ്മളെ ഇസ്രായേൽ ഇപ്പം മിസൈൽ ഇട്ടത് ഇപ്പം ഇറാനിലേക്ക് പിന്നെയും മിസൈൽ ഇട്ട് കട്ട നിങ്ങൾ കേട്ടോ. കോമഡി എന്ന് അറിയോ, ഇറാൻ്റെ ഈ ആണവ കേന്ദ്രം അമേരിക്ക കട്ടില്ലേ, അവിടെ പിന്നെ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ബങ്കർ രാജാക്കൾ എന്ന് പറയുന്ന ഇസ്രായേൽ ബങ്കറിനുള്ളിൽ അപ്പം മൊത്തമുള്ള ആൾക്കാരെ മൊത്തം ബങ്കറിനുള്ളിൽ കയറി ബങ്കർ ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ബങ്കർ ഇസ്രായേൽ എന്ത് ചെയ്തൊക്കെ അറിയോ, ഒപ്പം എന്താ അറിയോ, രണ്ടാമതും പിന്നെ ഇറാനിലേക്ക് മിസൈൽ ഇട്ടുന്നു. അതും ഇടക്കട്ടെ ഇറാന്റെ ആണവ കേന്ദ്രം നേരത്തെ അമേരിക്ക ഇട്ടില്ലേ, ആടേക്കന്നെ പിന്നെ ഇട്ടു. പിസാസും ഇല്ലാന്ന് തോന്നുന്നത്. അത് അമേരിക്ക ഇട്ട് നശിപ്പിച്ചക്ക് പിന്നെ പോയിട്ട് രണ്ടാമതൊന്ന് കുറച്ച് മുമ്പ് ഒരു 5-6 മിസൈല് ആടേക്ക് ഇട്ടെന്ന് പറയുന്നുണ്ട്. സത്യത്തെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇറാനെ സംബന്ധിച്ചോളം കുറെ എണ്ണപ്പാടത്തിനും ഒരുപാട് ആള് നഷ്ടങ്ങളും കുറെ ബിൽഡിംഗ് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറാനുണ്ട്. അതിന്റെ 4 ഇരട്ടി നഷ്ടങ്ങൾ ഇസ്രായേലിനും ഉണ്ട്. ഇസ്രായേൽ എന്താ പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ എന്താ അറിയോ, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞെന്താ അറിയോ, അവിടേക്ക് മിസൈൽ ഇട്ട് ശേഷം സമാധാനത്തിന്റെ വഴിയിലൂടെ പോവാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തായാലും ബോംബിട്ടതിന് ശേഷം സമാധാനത്തിന്റെ വഴിയിലൂടെ പോവാൻ. ഇപ്പൊ ഇസ്രായേൽ പറയുന്ന കാര്യം ഞാൻ പറയുന്നുണ്ട്, ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറ്. കാരണം നല്ല പൊള്ളലേക്കുണ്ട്, നല്ല അസല് പണി കിട്ടുന്നുണ്ട്, നല്ല അസല് പണി, പാലും വെള്ളത്തിന് നല്ല അസല് പണി കിട്ടുന്നുണ്ട്. ആ പണി കിട്ടുന്ന സമയത്തുണ്ടല്ലോ എന്താ പറയുക, എല്ലാ അയൺഡോമുകളൊക്കെ മറികടന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഹൈപ്പർ മിസൈലുകള് അവിടേക്ക് പോയി പതിയ സമയത്ത് നെഹന്യാവിന് പൊള്ളുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൊള്ളും. ഇപ്പൊ എവിടെ ഉള്ളതെന്നറിയോ, ഏതോ പള്ളിയിലുള്ളത് പറയുന്നത്, എന്തോ ധ്യാനം ചെയ്ത് നിൽക്കുന്ന പറയുന്നത് പേടിച്ചിട്ട്. പുറത്തേക്കൊന്നുമില്ല, ബങ്കർ രാജാവ് എന്നുള്ള രൂപത്തിലെ ആൾക്കാർ, ബങ്കർ രാജാവ് മൊത്തം അങ്ങനെ എന്തൊരു പേര് പറയാനുണ്ട്. ഏതാണ്ട് രസമായില്ലേ, ഭയങ്കര രസമായിട്ട് പോകും. പിന്നെ കുറെ ആൾക്കാരുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ നേരെ കമന്റ് ബോക്സിൽ വന്ന് കുറേ ആൾക്കാർ കുറേ കുറച്ച് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓല് പറയുന്നത് പലസ്തീനിൽ പിന്നെ ഓൾക്ക് പലസ്തീൻ്റെ കഥയും ഗസയിലെ കഥയൊന്നും അറിയാത്ത ആൾക്കാരാന്ന് തോന്നുന്നു. ഇപ്പോഴാന്ന് തോന്നുന്നു യുദ്ധം ഉണ്ടായ അറിഞ്ഞെന്ന് തോന്നുന്നു. കുറേ ചേച്ചിമാരും ചേട്ടന്മാരും വന്നിങ്ങാൻ എന്തോ ചാണകത്തൊന്ന് എന്തോ അങ്ങനത്തെ ഒരു ടീമായിട്ടാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ടീം ഓരോ അങ്ങനെ പറയേണ്ടേ ഉള്ളൂ. എന്താ അങ്ങനെ ടീമോ ഒന്ന് ഞാൻ പറയാമെന്നറിയോ, നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ മനുഷ്യന്മാർ കണ്ടിട്ടല്ലേ? കുറച്ച് മുമ്പ് 2 കൊല്ലം മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇപ്പം നടന്നു കൊടുക്കുന്ന കാര്യമാണ്.
അവിടെ കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിരുന്നു. ആ ഇസ്രായേലിന് നിറബോധിക്കുന്ന അവിടെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. പലസ്തീൻ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചീത്ത പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്ന കാര്യം അവിടെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. മിസൈൽ ഇസ്രായേൽ ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് പോയി വെക്കും, അവിടെ നശിക്കും, അവിടുത്തെ ആൾക്കാർ മരിക്കും. അന്നപ്പം നിങ്ങൾക്ക് ഈ കണ്ണീരൊന്നും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അതാണ് ചോദിച്ചത്, അങ്ങ് കണ്ണീർ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകാമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അതുപോലെ കളിക്കാൻ പോയതാണ് ഇറാൻ അടുത്തേക്ക്. ഏത് പലസ്തീൻ മക്കളെ കൊത്തിയ പോലെ എന്താ അറിയോ, ഇങ്ങോട്ട് ഇറാൻ എടുത്ത് പോയി കളിക്കാൻ പോയതാ. കളി മാന്തിയതേ ഓർമ്മയുള്ളൂ. ഇറാൻ പിടിച്ചിങ്ങനെ മാറിയിട്ടിങ്ങനെ തീർത്താനാണ്. ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വാർത്തകൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നാടൻ വർത്താൻ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇതുപോലത്തെ ന്യൂസുകളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചുകൊണ്ടേ നിൽക്കും. താങ്ക് യു വെരി മച്ച്.